കാര്യം കാണിച്ചു തരാം. ഇത് ഞാൻ ഹാങ്ങിങ് ആയിട്ട് ഇട്ടിരുന്ന ഒരു ചെടിയായിരുന്നു. പൂത്തില്ലായിരുന്നു, പൂക്കാതെ അങ്ങനെ കിടന്നു. അങ്ങനെ ഞാൻ ഇവിടെ ഒരു വേര്, മരത്തിൻ്റെ ഒരു വേരിരുന്നു, ഒരു മൂട് മരത്തിൻ്റെ അതിലെടുത്ത് തറയിലിങ്ങനെ വെച്ച് അതിപ്പം മൊത്തം പടർന്നു നല്ല പൂവാണ്. ഇന്ന് ശരിക്കും പൂവാണ്. മുട്ട ശരിക്കും മുട്ടയ്ക്കുകയാണ്. മുട്ട ഉണ്ടോ? നല്ല മുട്ടാണ്. ഇപ്പോൾ ഇത് പടർത്തി വിട്ടാലേ ഇങ്ങനെ പൂക്കോളാം എന്തോ, അതാണ് വേണ്ട ശരിക്കും പോകുന്നു. പിന്നെ ഇത് മൊത്തം സൂര്യകാന്തിയാണ്. ഇതൊക്കെ ഇനിയിപ്പം നാളെ ഇതെല്ലാം ഇവിടെയൊക്കെ വൃത്തിയാകും. അപ്പോൾ ഇതൊക്കെ പോവും. ശരിക്കും സൂര്യകാന്തി പൂവുണ്ട്. ഇവിടേക്കൊരു ചുമന്ന നാടൻ സുന്ദരി ഉണ്ട്. കല്യാണി വെറ്റി രാജമല്ലി ഒരുപാടുണ്ട്. പുഷ്പം വെള്ള നീലയുണ്ട്, പക്ഷേ നീല അങ്ങ് മുകളിലേ ഉണ്ട് പോകും. കാക്കപ്പൂവ് ഇവിടെ വിത്ത് കിടന്ന് പൊടിച്ചത് ഞാൻ അതിൻ്റെ പുഴുതൊരു ടിന്നിനകത്ത് വെച്ച്. നമ്മളെ ഹാങ്ങിങ്ങിൽ ശരിക്കും പോകുന്നുണ്ട്. നമ്മുടെ മഞ്ഞത്തെറ്റി കൊങ്ങിണിപ്പൂവ് ശരിക്കുണ്ട്. ഒരു മൂടാണ്. തെറ്റിയൊക്കെ ഞാൻ മണ്ട കട്ട് ചെയ്ത് വിട്ടാണ് ഞാൻ മുട്ട് വരുത്തിക്കണത്. ഇതൊക്കെ മണ്ട കട്ട് ചെയ്ത് വിട്ടതാണ്. സുന്ദരി പോയി. അടുത്തൊരു സുന്ദരി കാണിച്ചിട്ടുള്ള തന്നെ. ഇവരൊക്കെ ഉണ്ട്. ഇവരൊക്കെ ഒരുപാട് പൂവുണ്ട്. മെലസ്റ്റോമയിൽ ഇപ്പം പൂവില്ല. കുറച്ചായിട്ട് പൂവില്ല. ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. പിന്നെ മുട്ട് വരുന്നുണ്ട്. ഞാനിതിൽ റോസിലൊക്കെ വിനാഗിരി, തേങ്ങ പുളിപ്പിച്ച്, തേങ്ങ വെള്ളം, പിന്നെ അരി കഴുകിയത്, ഉഴുന്ന് കഴുകിയത്, മരക്കറി വേസ്റ്റ്, പഞ്ചസാര, തേയില ഒക്കെ ചെറുതായിട്ട് വെള്ളത്തിലിട്ട്, മഞ്ഞൾപ്പൊടി എല്ലാം കൂടെ വെള്ളത്തിലിട്ട് മിക്സ് ചെയ്താണ് കോരി ഒഴിക്കണത്. അല്ലാതെ ഞാൻ ഒരു വളവും ഇതിൽ ഉപയോഗിക്കണില്ല. ഇതൊക്കെ മുട്ട് ഒരുപാട് വരെയാണ്. ഇതിൽ വരെയാണ്. ഇവിടെ ഉണ്ട് ഇവിടെ മുട്ട് വരെയാണ്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇത്രയൊക്കെയാണ്. എല്ലാവരും പിന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് അടിക്കണം, ഷെയർ ചെയ്യണം. ഇതൊക്കെ നമ്മുടെ വീട്ടിലെ നാടൻ ചെടികളാണ്.
അല്ലാതെ വേറെ ഒരു ചെടികളായോ എന്തായാലും ഞാനിതിൽ ഒന്നും ഇടുന്നില്ല. വീട്ടിലെ വിശേഷങ്ങൾ മാത്രം. എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം. സബ്സ്ക്രൈബ് കുറവാണ്. അതിൻ്റെ ഒരു ബട്ടർഫ്ലൈ വന്നു കേട്ടാ, അടുത്ത് നിൽക്കുകയും അതാ കുടിക്കുന്നു. സമാധാനമായിട്ടിരുന്ന് അവിടെ നിന്ന് കുടിക്കട്ടെ.